സുബ്രഹ്മണ്യൻ അനന്തമായ സാധ്യതകൾ നമുക്ക് തുറന്നു തരും. ജ്യോതിഷം പോലുള്ള ഒരു സാധാരണ ബുദ്ധിക്ക് അതീതമായിരിക്കുന്ന വിഷയങ്ങൾ പറയണമെങ്കിൽ സുബ്രഹ്മണ്യന്റെ അനുഗ്രഹം വേണം. അതുകൊണ്ടാണ് സുബ്രഹ്മണ്യ പ്രീതികരങ്ങളാകുന്ന കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചുകൊണ്ടാണ് ജ്യോതിഷത്തിൽ നിലനിൽക്കേണ്ടത് എന്ന് പറയുന്നത്. പിന്നെ സുബ്രഹ്മണ്യൻ ഒരേ സമയം തന്നെ സൂപ്പർ കോൺഷ്യസ് ലെവലിലേക്ക് നയിക്കുന്ന ദേവനുമാണ്. അതേസമയം പ്രായോഗിക ജീവിതത്തിന്റെ ഭദ്രതയും നൽകുന്നുണ്ട്. ഒരേ സമയം ഐഹികവും ആമുഷ്മികവുമായ പൂർണ്ണത തരുന്ന ഒരു ദേവതയാണ് സുബ്രഹ്മണ്യൻ. അപ്പോൾ ആ ദേവതാഭാവത്തിൽ, ദേവത എന്ന് പറയുമ്പോൾ ദേവിയും ദേവനും വരുമല്ലോ. സുബ്രഹ്മണ്യന്റെ പ്രത്യേകത ബാഹ്യ ജീവിതത്തിന്റെ പ്രാധാന്യത്തിലും വളരെ വലുതാണ്. ആന്തരിക ജീവിതത്തിന്റെ എന്ന് വെച്ചാൽ ബോധാതീതത്വത്തിലേക്കുള്ള യാത്രയ്ക്കും വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യന് ഒരുപാട് പ്രാധാന്യത്തോടുകൂടി ആചരിക്കേണ്ട ഒരു കാലമാണ് ഈ കാണുന്ന കലിയുഗത്തിലെ ഈ കാലചക്രം.